നിങ്ങൾ ഈ റീല് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കാരണം സാധാരണഗതിയിൽ നോർമലി നമുക്ക് വേണ്ടത് 1 മിനിറ്റിൽ ഏകദേശം ഒരു 15 തവണയാണ് കണ്ണ് ബ്ലിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ നമ്മൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കാണുന്ന കണ്ടൻറ്റിൽ അത്രയും ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ജോലി സമയത്ത് ഈ സ്ക്രീൻ നോക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ബ്ലിങ്കിങ് ഏകദേശം ഈ 15 ആ ഒരു നോർമൽ വാല്യൂവിൽ നിന്ന് 5ലേക്ക് താഴുന്ന, അല്ലെങ്കിൽ അതിനെക്കാട്ടി കുറവിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്ത് വളരെയധികം താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ഡ്രൈനസ് വരാനുള്ള സാധ്യതയുണ്ട്. കണ്ണിൽ ഈ മണൽ അല്ലെങ്കിൽ പൊടി കിടക്കും പോലത്തെ ഒരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. കണ്ണിൻ്റെ അക്കമഡേഷൻ, കാഴ്ച, അതിനെയൊക്കെ ബാധിക്കാൻ സാധ്യത ഉള്ള കാര്യമാണ്. അത് പിന്നെ പയ്യെ കണ്ണിൻ്റെ ആ ഒരു അലർജി പോലത്തെ, കണ്ണിൽ വാട്ടറിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. തലവേദന വരാൻ സാധ്യതയുണ്ട്. കണ്ണിൻ്റെ സ്ട്രെയിൻ, കണ്ണിൻ്റെ അത് ഭാരമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് അതിൻ്റെ പരിഹാരമാണ്, അല്ലേ? അതിനൊരു കുറച്ച് പരിഹാരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളും കൂടെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് നമ്മൾ സ്ക്രീൻ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ ഒരു 20-20-20 റൂൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ പലർക്കും അറിയായിരിക്കും. അതായത് ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും 20 ഫീറ്റ് എങ്കിലും ദൂരെയുള്ള ഒരു വസ്തുവിലേക്ക് 20 സെക്കൻഡ് നേരത്തേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, നമ്മൾ അടുത്തുള്ള സാധനങ്ങൾ കുറേ നേരം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കണ്ണ് പയ്യെ സ്ട്രെയിൻ ആകാൻ തുടങ്ങും. നമ്മൾ ഒരേ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ കാലിൻ്റെ മസിൽസിന് അല്ലെങ്കിൽ നടുവിന് വേദന വരത്തില്ല. അതുപോലെ തന്നെ കണ്ണിനകത്തെ മസിൽസിന് ഇതുപോലത്തെ വേദന വരാൻ ഉള്ള സാധ്യതയുണ്ട്. അത് ഓവർ പീരീഡ് ഓഫ് ടൈം കുറേ നാൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കാഴ്ച തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കണ്ണ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ ബ്ലിങ്ക് ചെയ്യണം. ഓക്കെ, കണ്ണ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ ബ്ലിങ്ക് ചെയ്യണം. പല ബ്ലിങ്കിങ്ങിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് അടയുന്നില്ല, പകുതിക്ക് വെച്ച് അത് മേളിലോട്ട് പോകുന്നുണ്ട്. അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അത് ഡ്രൈ ഐസിലേക്ക് നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ അലർജി കാര്യങ്ങൾ പോലത്തെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ട്രീറ്റ് ചെയ്യുക. ഡ്രൈ ഐസിനായിട്ട് എന്തെങ്കിലും ഡ്രോപ്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട്, ഇപ്പം തൈറോയിഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, നമ്മുടെ കണ്ണിൻ്റെ അക്കോമഡേഷണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് മെഡിസിൻ എടുത്ത് അത് ക്ലിയർ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത്, TV കാണുന്ന സമയത്തൊക്കെ കുറേ നേരം ഇങ്ങനെ മേളിലോട്ട് നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നമ്മളെ കണ്ണ് തുറന്നിരിക്കാനായിട്ട് കാരണമായി ഇവാപ്പറേഷൻ കൂടുതലായിട്ട് നടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി ഒന്ന് താഴ്ത്തി ഇത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ണ് അത്രയും ഓപ്പൺ ആയിരിക്കത്തില്ല. അപ്പോൾ ഏകദേശം ഒരു 20%-30% നമ്മുടെ ഒരു ഡ്രൈനെസ് അല്ലെങ്കിൽ ഇവാപ്പറേഷൻ ആകുന്നതിൻ്റെ വേഗത നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ എത്ര പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തു എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഒരു നല്ലൊരു ക്ഷമ നേരും. ഞാൻ ഡോക്ടർ ആനന്ദ്. നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം. താങ്ക് യു.